നമ്മുടെ നാട്ടിലൊരു പ്രത്യേകം വിഭാഗത്തിന്റെ പരിപാടികളും അവരുടെ സംസാരങ്ങളും പ്രസംഗങ്ങളും മുഴുവനും കേട്ടുകഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ, പടച്ചറബിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔലിയാക്കളെ കുറിച്ചാണ്, അതുപോലെ തന്നെ വലിയകളെ കുറിച്ചും സിദ്ധന്മാരെ കുറിച്ചുമാണ്. ഇതെന്തിനാണ് ഇത്തരത്തിൽ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഔലിയാക്കൾക്കെതിരല്ല, ഒരിക്കലും അള്ളാഹുവിന്റെ വലിയകൾക്കെതിരെ പറയുന്നവരോ പ്രവർത്തിക്കുന്നവരോ അല്ല മുജാഹിദുകൾ. മറിച്ച് ഇവർ ഈ ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കള്ളക്കറാമത്ത് കഥകൾ സാധാരണ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു പറ്റിക്കുകയാണ്. ഈ കറാമത്ത് കഥകളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, ഈ കറാമത്ത് കഥകൾ നിരന്തരമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അല്ലാഹ് എന്നൊരു വിളി തൊള്ളയിൽ വരില്ല, അല്ലാഹു എന്നൊരു വിളി അയാളുടെ വായിൽ വരില്ല. മറിച്ച് ഈ പറയുന്ന ഔലിയാക്കളെ മാത്രമേ അയാൾക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം രോഗം കൊണ്ട് പ്രയാസപ്പെടുമ്പോ ആ രോഗം ഒറ്റയടിക്ക് മാറ്റിക്കൊടുത്ത വലിയന്റെ കറാമത്ത് കഥ കേട്ടയാളാണ് അയാൾ. മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോ ഒരൊറ്റയടിക്ക പ്രയാസം അങ്ങോട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊടുത്ത വലിയന്റെ കഥ കേൾക്കുന്നവരാണവർ. അതുപോലെ തന്നെ നടുക്കടലിൽ കപ്പലിൽ മുങ്ങിയപ്പോ ആ കപ്പൽ നടുക്കടലിലേക്ക് വന്നുകൊണ്ട് അവരെ രക്ഷിച്ച വലിയന്റെ കഥ കേൾക്കുന്നവരാണ് ഈ പറയുന്ന ആളുകൾ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, ഈ പ്രയാസങ്ങൾ മുഴുവൻ അള്ളാഹുവിനോട് പറയുന്നതിന് പകരം വലിയകളോട് പറയാൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പറയാൻ ധൃതി കാണിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കവരോട് പറയാനുള്ളത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒട്ടനവധി വചനങ്ങളുണ്ട്. എത്ര സ്നേഹത്തോടെയാണ്, എത്ര വാത്സല്യത്തോടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പരിശുദ്ധ ഖുർആനിലൂടെ സംസാരിച്ചിട്ടുള്ളത്. എത്ര സ്നേഹവായ്പോടെയാണ് അള്ളാഹു വിളിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിന്റെ സബബ് നുസൂൽ എന്താണെന്ന് ചരിത്രം പരിശോധിച്ചാൽ, തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. രണ്ട് കാട്ടറബികളതാ പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അറബ്ബുനാ ഖരീബുൻ ഫനുനാജി അം ബഈദുൻ ഫനുനാദി. പ്രവാചകരെ, ഞങ്ങളുടെ റബ്ബ് എവിടെയാണ്? അവൻ അടുത്തുള്ളവനാണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയേണ്ടതുണ്ട്, അതല്ല ഞങ്ങളുടെ രക്ഷിതാവ് വിദൂരതയിലുള്ളവനാണോ ഫനുനാദി എങ്കിൽ അവനോട് ഞങ്ങൾക്ക് ഉറക്കെ വിളിച്ചു തേടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ചോദിച്ചപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അല്ലാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ വഹ്യം കൊണ്ടുവരികയാണ്. എന്നിട്ട് പടച്ചറബ് പറഞ്ഞു കൊടുക്കുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബിയെ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോ, ഞാൻ എവിടെയാണെന്ന് അങ്ങയോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം നബിയെ, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ടൊരു കാര്യം ചോദിക്കുമ്പോ അവന്റെ ചോദ്യത്തിന്, അവന്റെ തേട്ടത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അടുത്ത് തന്നെ പടച്ചോനുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ സ്ഥാനത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. പിന്നെ എന്തിനാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അതുപോലെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുമെല്ലാം സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ തീരാനും മമ്പുറത്തേക്ക് വണ്ടി കയറി വരേണ്ട ആവശ്യം എന്താണ്? മടവൂരിലേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ്? ഉള്ളാളത്തേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ്? പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താനുള്ള 3 സ്ഥലങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്ന് മക്കത്താണ്. ഒരു വഖ്ത് നിസ്കാരത്തിന് 1 ലക്ഷം ഇരട്ടി കൂലി അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മദീനത്താണ്, മസ്ജിദ് നബവിയിലാണ്. ഒരു വഖ്ത് നമസ്കാരത്തിൽ 1000 ഇരട്ടി കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് ആണ്, മസ്ജിദുൽ അഖ്സയാണ്. ഇതല്ലാത്ത ഒരു സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം പ്രതീക്ഷിച്ചുള്ള ഒരു യാത്ര പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ 4 മൂലകളിൽ നിന്നും ഈ പറയുന്ന മമ്പുറത്തേക്കും, ഈ പറയുന്ന മടവൂരിലേക്കും, ഈ പറയുന്ന ഉള്ളാളത്തേക്കുമെല്ലാം വരുന്നത് എന്താണ്? വെറുതെ പണം നഷ്ടം, അധ്വാനം നഷ്ടം, ഊർജം നഷ്ടം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വീടിന്റെ ഉള്ളിൽ നിസ്കാരപ്പായയിൽ ഇരുന്ന്
തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവേ എനിക്ക് ഇത്ര പ്രയാസങ്ങളുണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വിളിയും ആ മനുഷ്യന്റെ തേട്ടവും ആ മനുഷ്യന്റെ അർത്ഥനയും കേൾക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അവിടെയും തീർന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രം അറിയുന്നവൻ നാം തന്നെയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ജീവനാടിയേക്കാൾ അവനോടടുത്തു നിൽക്കുന്നവൻ നാം തന്നെയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാമാണ് അവനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്കൊരു മനസ്സിലൊരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ട് നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തത് പ്രകടനമാകണം. അല്ലെങ്കിൽ നാം നമ്മുടെ ഭാര്യയോടത് പറയണം. നമ്മുടെ ഉമ്മാക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബാപ്പാക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം അവരോട് പറഞ്ഞാലോ പങ്കുവെച്ചാലോ മാത്രമേ അതവർക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വേദനകൾ വരികയാണ്, ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രയാസങ്ങൾ വരികയാണ്. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അവനവന്റെ നാവ് കൊണ്ടത് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, യാ അല്ലാ എന്നവൻ വിളിച്ചു കഴിഞ്ഞാൽ അല്ലാ എന്ന വിളിയിൽ എന്തൊക്കെ വേദനകൾ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാടിയേക്കാൾ അടുത്ത, അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറഞ്ഞത് കൊണ്ടാണ്.